PSC പരീക്ഷകളിൽ എപ്പോഴും ആവർത്തിക്കുന്ന ടോപ്പിക്സാണ് സിനണിംസും ആന്റണിംസും. അതുകൊണ്ട് തന്നെ സിനണിംസും ആന്റണിംസും ഒഴിച്ചുകൊണ്ടുള്ള ഒരു പ്രിപ്പറേഷൻ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ 2024 PSC ഇതുവരെ ചോദിച്ച ഇംഗ്ലീഷ് ചോദ്യങ്ങളിലെ സിനണിംസും ആന്റണിംസുമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കുന്നത്. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി രഞ്ജിത്ത് ഇംഗ്ലീഷിലേക്ക് സ്വാഗതം. നമ്മൾ ഇനി വരാൻ പോകുന്ന PSC പരീക്ഷകൾക്ക് വേണ്ടി നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട്. ആ കോഴ്സ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ നമ്മുടെ ലേണിംഗ് ആപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് വരാം. നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് അസിസ്റ്റന്റ് കമ്പൈലർ 16/5/2024 നടത്തിയ പരീക്ഷയിലെ സിനണിംസും ആന്റണിംസുമാണ്. നമുക്ക് നോക്കാം. ഇവിടെ കൊടുത്തിട്ടുണ്ട്, വാട്ട്സ് ദ മീനിങ് ഓഫ് ദ വേർഡ് ഡോർമെന്റ്. ഡോർമെന്റ് എന്ന് പറയുന്ന വാക്കിന്റെ മീനിങ്, അതായത് സിനണിമാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഡോർമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നോട്ട് ആക്റ്റീവ് എന്ന, അപ്പോൾ ഇനാക്റ്റീവ് എന്ന് വരണം. അങ്ങനെ ഇവിടെ വന്നിരിക്കുന്നത് ഏതാ? കണ്ട ഈ ഡി എന്ന് പറയുന്ന ഓപ്ഷൻ, ഇനാക്റ്റീവ്. ഇതാണ് കറക്റ്റ് ആൻസർ. ആക്റ്റീവ് അതിൻ്റെ ഓപ്പോസിറ്റ് ആണ്. ആന്റോണിം ഓഫ് ദ വേർഡ് ഡോർമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ആക്റ്റീവ് എന്ന് പറയാം. എന്നാൽ സിനണിം അല്ലെങ്കിൽ മീനിങ് ഓഫ് ദ വേർഡ് ഡോർമെന്റ് എന്ന് വെച്ചാൽ നമുക്ക് ഇനാക്റ്റീവ് എന്ന് പറയാം. സ്മാർട്ട് നമുക്കറിയാം, വർക്കിംഗ് നമുക്ക് മീനിങ് അറിയാം. ഓക്കെ, ഈ പറയുന്ന പരീക്ഷയിൽ സിനണിംസിൽ നിന്ന് മാത്രമേ ചോദ്യം ഉണ്ടായിരുന്നുള്ളൂ. ഇനി നമുക്ക് അടുത്ത ചോദ്യപേപ്പറിലേക്ക് പോകാം. ഇതെന്ന് പറയുന്നത് കോമൺ പ്രിലിമിനറി എക്സാമിനാണ്. ഡിഗ്രി ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിൽ സ്റ്റേജ് 2-ൽ ചോദിച്ച ചോദ്യങ്ങളാണ്. അത് 25/5/2024 നടന്ന പരീക്ഷയാണ്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും എന്താണ് സിനണിമും ആന്റണിമും ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഐഡന്റിഫൈ ദ സിനണിം ഫോർ വെനറേറ്റ്. വെനറേറ്റ് എന്ന് പറയുന്ന വാക്കിന്റെ സിനണിമാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് വെനറേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? റെസ്പെക്റ്റ് ചെയ്യുക എന്നർത്ഥം, ബഹുമാനിക്കുക അല്ലെങ്കിൽ ആദരിക്കുക എന്നാണ് വെനറേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ റെസ്പെക്റ്റ് ആണ്. ഡിഫേ നമുക്കറിയാമല്ലോ, അനാദരിക്കുക എന്നർത്ഥമില്ല. അക്യൂസ് കുറ്റപ്പെടുത്തുക, അബ്യൂസ് എന്താണ് ബാഡ് ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്തെങ്കിലും പറയുന്നത് നമ്മൾ അബ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ആക്ഷേപിക്കുക എന്നൊക്കെ ഒരു അർത്ഥമാണ് അബ്യൂസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഐഡന്റിഫൈ ദ സിനണിം ഓഫ് വെനറേറ്റ് എന്താണ്? റെസ്പെക്ട്. റെസ്പെക്റ്റ് ആണ് കറക്റ്റ് ആൻസർ. അടുത്ത് നോക്കാം ആന്റണിം. ആന്റണിം ഫോർ ഇമാജിയേഷൻ. ഇമാജിയേഷൻ എന്ന് പറയുന്ന വാക്കിന്റെ ആന്റണിമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇമാജിയേഷൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ് ഇമാജിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? തിൻ അർത്ഥത്തില്ല, അതാണ് തിൻ, കട്ടി കുറയ്ക്കുക എന്നാണ് ഇമാജിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് കട്ടി കൂട്ടുക എന്ന് നമുക്ക് അർത്ഥം വരണം. അങ്ങനെ വരണമെങ്കിൽ ഏതായിരിക്കും? ഇൻവിഗറേഷൻ ആണ്. ഇതാണ് ഇൻവിഗറേഷൻ. ഇതാണ് കറക്റ്റ് ആൻസർ. ഈ ഗ്ലോറിഫിക്കേഷൻ നമുക്കറിയാമല്ലോ, ഗ്ലോറിഫൈ ചെയ്യുക, അതായത് ഉള്ളതിൽ നിന്നും ഒത്തിരി ഒലിപ്പിച്ച് കാണിക്കുക നമ്മൾ ഗ്ലോറിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിപ്രഷൻ നമുക്കറിയാം. ഈ ഇനൻറ്റേഷൻ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഫ്ലൂയിഡ് എന്നർത്ഥമില്ല, അതായത് വെള്ളപ്പൊക്കം എന്നൊക്കെയാണ് ഇനൻറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ചോദ്യ പേപ്പറിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ പറയുന്ന 2 ചോദ്യങ്ങളായിരുന്നു, സിനണിംസും ആന്റണിംസും. സിനണിംസ് എന്ന് ചോദിച്ചത് ഈ പറയുന്ന വെനറേറ്റ് എന്നുള്ളതാണ്. വെനറേറ്റിന്റെ അർത്ഥം എന്താണ്? റെസ്പെക്റ്റ് എന്നാണ്. പിന്നെ ഇമാജിയേഷന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് എന്ത് പറയാം? ഈ പറയുന്ന ഇൻവിഗറേഷൻ എന്ന് നമുക്ക് പറയാം. പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് CPO, അതായത് സിവിൽ പോലീസ് ഓഫീസർ അല്ലെങ്കിൽ പോലീസ് കോൺസ്റ്റബിൾ എന്ന് പറയുന്ന പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ്. അത് 8/6/2024 നടത്തിയ പരീക്ഷയാണ്. അതിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് മീനിങ് ഓഫ് ദ വേർഡ് ഗരുലസ്. ഗരുലസ് എന്ന് പറയുന്ന വാക്കിന്റെ മീനിങ് സിനണിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഗരുലസ് എന്ന് വെച്ചാൽ എന്താ? ടോക്കേറ്റീവ് എന്നർത്ഥം. ടോക്കേറ്റീവ്, എപ്പോഴും സംസാരിക്കുന്നു, അല്ലേ? അതന്നെയാണ് നമ്മൾ ഗരുലസ് എന്ന് പറയുന്നത്. അപ്പം ടോക്കേറ്റീവ്. ഈ പറയുന്ന ചോദ്യ പേപ്പറിൽ സിനണിംസിന് മാത്രം ഒരു ചോദ്യമേ ഉണ്ടായിരുന്നുള്ളൂ, ആന്റണിംസിന് ചോദ്യം ഉണ്ടായിരുന്നില്ല. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കോമൺ പ്രിലിമിനറി എക്സാം ഡിഗ്രി ലെവൽ സ്റ്റേജ് 2, അതായത് 15/6
2024. സ്റ്റേജ് 2 അല്ലത്, സ്റ്റേജ് 3 ആണ്. നമ്മൾ ആദ്യം നോക്കിയതായിരുന്നു എന്താണ്, അതല്ല, ഇതിൻ്റെ ഇടയ്ക്കൂടെ നമ്മൾ നോക്കിയായിരുന്നല്ലോ, അതാണ് സ്റ്റേജ് 2 എന്ന് പറയുന്നത്. സ്റ്റേജ് 3 ആണ് കേട്ടോ, സ്റ്റേജ് 3 ആണ്. അത് ജൂൺ മാസം 15-ാം തീയതി നടത്തിയ പരീക്ഷയാണ്. അപ്പോൾ നോക്കാം, ഇതിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് സിനോണിം മാത്രമായ ഒരു ചോദ്യമേ ഉണ്ടായിരുന്നല്ലോ. അല്ല, സിനോണിം ഉണ്ട്, ആന്റണിമും ഉണ്ട് കേട്ടോ. അപ്പം സിനോണിം എന്നുള്ള ചോദ്യം എന്ന് പറയുന്നത് അമീക്കബിൾ. ഇത് പലപ്പോഴും PSC ചോദിച്ചിട്ടുള്ളതാണ്. അമീക്കബിൾ എന്ന് പറയുന്ന വാക്ക് എന്താണ്? അമീക്കബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫ്രണ്ട്ലി എന്നാണ്. അമീക്കബിൾ, ഫ്രണ്ട്ലി. എന്നാൽ അമേബിൾ എന്നാകുമ്പോഴോ സോഷ്യബിൾ എന്നർത്ഥമില്ല. ഓക്കെ, ഇവിടെ അമേക്കബിൾ എന്താണ്? ഫ്രണ്ട്ലി എന്നാണ് അർത്ഥം. സിനോണിം എന്നുള്ള ചോദ്യം ഇതായിരുന്നു, അമേക്കബിൾ, ഫ്രണ്ട്ലി. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ്. PSC നേരത്തെയും ചോദിച്ചിട്ടുള്ളതാണ്. അമേക്കബിൾ, ഫ്രണ്ട്ലി എന്നാണ് അർത്ഥം. എന്നാൽ അമേബിൾ എന്ന് പറയുമ്പോൾ സോഷ്യബിൾ എന്നാണ് അർത്ഥം. ഇനി അടുത്ത് നമ്മൾ പോകാൻ പോകുന്ന ഓപ്പോസിറ്റ്, അതായത് ആന്റണിയുമായി ബന്ധപ്പെട്ട വേർഡാണ്. ഓക്കെ, ആന്റണിയുമായി ബന്ധപ്പെട്ട വേർഡ് ഓപ്പോസിറ്റ് എന്താണ്? കോഷ്യസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. കോഷ്യസ് എന്ന് പറയുന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. കോഷ്യസ് വെച്ചാൽ അർത്ഥം കെയർഫുൾ എന്നർത്ഥമില്ല, വളരെ ശ്രദ്ധയുള്ള, മുൻകരുതലുള്ള എന്നാണ് കോഷ്യസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് എന്ത് പറയാം? കെയർലെസ് നമുക്ക് പറയാം. ഇവിടെ അങ്ങനെ ഒരു വാക്കില്ല, പകരം നാണ്ട് കിടപ്പുണ്ട്, റെക്ലെസ് എന്ന് കിടപ്പുണ്ട്. ഇതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഈ പറയുന്ന പരീക്ഷയിൽ നിന്നും നമുക്ക് 2 ചോദ്യങ്ങളായിരുന്നു. അതായത് അമേക്കബിളും ഈ പറയുന്ന കോഷ്യസും. അമേക്കബിളിന്റെ സിനോണിം എഴുതാൻ ചോദിച്ചപ്പോൾ കോഷ്യസിന്റെ ആന്റോണിം എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത്? എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട. ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കേരള PSC, SSC, UPSC, ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം. എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസുകൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി 8848697278 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ. രഞ്ജിത്ത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്. ഇതെന്ന് പറയുന്നത്, ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എന്ന് പറയുന്ന പരീക്ഷയിൽ ചോദിച്ച ചോദ്യങ്ങളാണ്. എന്താണ് സിനോണിം ഫോർ ദ വേർഡ് പ്രിപ്പോസ്ട്രസ്? പ്രിപ്പോസ്ട്രസ് എന്ന് പറയുന്ന വാക്കിന് സിനോണിം ആണ് ചോദിച്ചിരിക്കുന്നത്. എന്തായിരിക്കും? കോൺട്രറി ടു റീസൺ ഓർ കോമൺ സെൻസ്, അല്ലെങ്കിൽ അട്ടർലി അബ്സെർഡ്. കോമൺ സെൻസിനോ അല്ലെങ്കിൽ യുക്തിക്കോ നിരക്കാത്തത്, അല്ലെങ്കിൽ അതിനെ കോൺട്രഡിക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയുള്ളതിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രിപ്പോസ്ട്രസ് എന്ന് പറയും. ഇവിടെ നമ്മൾ നോക്കുന്നത് വിമൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി 10/2/2024. ആന്റണിം ഓഫ് ദ വേർഡ് കാളസ്. കാളസ് എന്ന് പറയുന്ന വാക്കിന്റെ ആന്റണിം എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. കാലസ് എന്ന് പറയുന്ന വാക്കിന്റെ മീനിങ് അപ്പം നമുക്കറിയണം. എന്തായിരിക്കും? സെൽഫിഷ് എന്ന അർത്ഥത്തില. അപ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? സെൽഫ്ലെസ് എന്നുള്ളത്. ഇതാണ് കറക്റ്റ്. ജൂനിയർ അസിസ്റ്റന്റ് LDC സീനിയർ സൂപ്രണ്ടന്റ് എന്ന തസ്തികയ്ക്ക് വേണ്ടി PSC ഏപ്രിൽ 2024 നടത്തിയ, അതായത് ഏപ്രിൽ 18-ാം തീയതി നടത്തിയ ഒരു എക്സാമിന്റെ ചോദ്യപേപ്പറാണ് നമ്മൾ വിശകലനം ചെയ്യുന്നത്. ചൂസ് ദ സിനോണിം ഓഫ് ദ വേർഡ് ഇറ്റാലിസ്റ്റ് ഇൻ ദ സെന്റൻസ് ഫ്രം ദ ഗിവൺ ഓപ്ഷൻസ്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന വേർഡ്, ഈ വേർഡിന്റെ സിനോണിം ഇടാനാണ് പറഞ്ഞത്. ഏത് വേർഡിന്റെ? ഇറ്റാലിസൈസ്ഡ് ആയിട്ട് നിൽക്കുന്നത്, അതായത് ചരിച്ചെഴുതിയിരിക്കുന്ന കിൽഡ് എന്ന് പറയുന്ന വാക്കിന്റെ സിനോണിമാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഹി വാസ് കിൽഡ് ഇൻ ദ ബാറ്റിൽ ഫീൽഡ് എന്ന് പറയുമ്പോൾ ആ കിൽഡിന് പകരമായിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന ഏതാണ്? സ്ലെയിൻ ആണ്. ഇതാണ് കറക്റ്റ് ആൻസർ. കോൺഫിസ്കേറ്റ് എന്ന് വെച്ചാൽ എന്താ? പിടിച്ചു എടുക്കുക അർത്ഥമില്ല. കോൺഫിസ്കേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഔട്ട് നമ്പർ എന്ന് പറയുമ്പോൾ എണ്ണത്തിൽ കൂടുതലാവുക. ഓക്കെ, ഡിഫീറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പരാജയപ്പെടുത്തുക എന്നർത്ഥമില്ല. ഇവിടെ സ്ലെയിൻ ആണ് കറക്റ്റ് ആൻസർ. വാട്ട് ഇസ് ദ ആന്റണിം ഫോർ കിൻഡൽ? കിൻഡൽ എന്ന് പറയുന്നതിന്റെ ആന്റണിം എന്താണ്? കിൻഡൽ എന്ന് വെച്ചാൽ എന്താ? ഫയർ, അല്ലെങ്കിൽ കത്തിക്കുക, അല്ലെങ്കിൽ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുക എന്നർത്ഥമില്ല. കിൻഡൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉണർത്തുക എന്നൊക്കെയാണ് കിൻഡൽ. അപ്പം അതിന്റെ ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം എന്താ? അണയ്ക്കുക. അപ്പൊ അണയ്ക്കുക എന്ന് പറയുമ്പോൾ എക്സ്റ്റിങ്ക്വിഷ് ആണ്.
ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. 4/5/2024, അതായത് മെയ് 4, 2024 നടന്ന ഫീമെയിൽ വാർഡൻ, ജൂനിയർ ലബോറട്ടറി അസിസ്റ്റന്റ്. ഫൈൻഡ് ഒരു സിനോണിം ഫോർ ദ വേർഡ് ഫിയേർഡ്. ഫിയേർഡ് എന്ന് പറയുന്ന വാക്കിന്റെ സിനോണിമാണ് ചോദിച്ചത്. എന്താണ് ഫിയേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ക്വാറൽ എന്നാണ്, വഴക്ക്, ശത്രുത. അപ്പൊ ഇതാണ് കറക്റ്റ് ആൻസർ. PSC 2024 മെയ് 11 കോമൺ പ്രിലിമിനറി എക്സാം, ഡിഗ്രി ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിന് വേണ്ടി നടത്തിയ ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ്. ഓക്കെ, suitable synonym from the following options for the word given. മെറ്റിക്കുലസിന്റെ സിനോണിം എഴുതാനാണ്, സെയിം മീനിങ് എഴുതാനാണ് ചോദ്യം. എന്തായിരിക്കും? കെയർഫുൾ ആണ്, കെയർഫുൾ. ഇതാണ് കറക്റ്റ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കാം. ഇതെന്ന് പറയുന്നത് WCPU, അതായത് ജൂൺ 29 PSC നടത്തിയ പരീക്ഷ. ഇതിലെ ചോദ്യമാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുക ഒറ്റ ക്വസ്റ്റ്യനേ ഉള്ളൂ. അതായത് സിനോണിമുമായി ബന്ധപ്പെട്ട ഒറ്റ ഒരു ചോദ്യം, ആന്റോണിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ സിനോണിം എന്താണ്? സിനോണിമിന്റെ ചോദ്യം പെൻസീവ് അല്ലെ? പെൻസീവ് എന്ന് പറയുന്ന വാക്കിന്റെ സിനോണിമാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് പെൻസീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? ചിന്തിച്ചിരിക്കുന്നത് അല്ലെ? നമ്മളിങ്ങനെ ചിന്താമഗ്നായിട്ടിരിക്കുക, അതാണ് പെൻസീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനെക്കുറിച്ച് ആലോചിച്ചിരിക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതേ അർത്ഥം വരുന്ന ഏതാണ്? കണ്ടംപ്ലേറ്റീവ്. എന്താണ് കണ്ടംപ്ലേറ്റീവ്? എന്താണ് അഫർമേറ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വസ്തുതാപരമായിട്ടുള്ള അല്ലെങ്കിൽ ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന. ഓക്കെ, ആണ് നമ്മൾ അഫർമേറ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പർഗേറ്റീവ് എന്ന് വെച്ചാൽ അർത്ഥം എന്താ? ശുദ്ധീകരിക്കുന്ന അർത്ഥമല്ല പർഗേറ്റീവ്. സെൻസിറ്റീവ് നമുക്കറിയാമല്ലോ. അപ്പൊ ഇവിടെ പെൻസീവിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് കണ്ടംപ്ലേറ്റീവ് എന്ന് പറയാം. അപ്പൊ ഈ പറയുന്ന 2024 PSC ഇതുവരെ നടത്തിയ, അതായത് ജൂൺ 29 വരെ നടത്തിയ എല്ലാ ചോദ്യപേപ്പറും, ഇംഗ്ലീഷ് ചോദ്യങ്ങൾ ഉൾപ്പെടുന്ന എല്ലാ ചോദ്യപേപ്പറും നമ്മൾ നോക്കി. അതിലെ നമ്മൾ സിനോണിംസും ആന്റണിംസുമാണ് നമ്മൾ നോക്കിയത്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത്? എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട. ഇപ്പോൾ തന്നെ രഞ്ജിത്സ് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കേരള PSC, SSC, UPSC, ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം. എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസുകൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി 8848697278 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ. രഞ്ജിത്സ് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്.